ഇതാണ് ഡ്രെയിനേജ്, പുതിയ ഡ്രെയിനേജ് വർക്കൊക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. പുതുതായിട്ട് ടാറിങ് ചെയ്തൊരു ഭാഗമാണ് കാണുന്നത്. NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലപ്പുറം കുറ്റിപ്പുറത്താണ്. കുറ്റിപ്പുറത്ത് വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് നിങ്ങൾ അറിഞ്ഞു കാണും. അപ്പൊ ഇനി എന്തൊക്കെയാ വർക്കുകൾ ബാക്കിയുണ്ടെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. വർക്ക് കഴിഞ്ഞ് പുതിയ ഭാഗത്തൂടെ വാഹനങ്ങൾ ഇതാ വളരെ വേഗത്തിൽ കടന്നു വരുന്നത് കാണാം. ഇതാണ് സർവീസ് റോഡ്. സർവീസ് റോഡിന്റെ ഭാഗത്തു നിന്ന് ഹൈവേയിലേക്ക് കയറി വരുന്ന ഒരു ഭാഗം. ഈ ഭാഗത്താണ് ഇനി സോലിങ്ങിന്റെ വർക്കുകളൊക്കെ ബാക്കിയുള്ളത്. ഇവിടെ പാറയാണ്. ഈ ഭാഗത്തൊക്കെ ഇനി സോലിങ് ചെയ്യാനുണ്ട്. ഇങ്ങനെയുള്ള വർക്കുകൾ ആ മുകൾ വശത്തൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. അല്ലെങ്കിൽ സർവീസ് റോഡിലേക്ക് വെള്ളമൊക്കെ ഒഴുകി വരാനും മണ്ണൊക്കെ കുത്തി ഒഴുകാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പൊ ഇതാണ് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിന്റെ ഭാഗം. താഴ്വശത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. കണ്ടില്ലേ, വർക്ക് കഴിഞ്ഞ ഭാഗം അടിപൊളിയായിട്ട്. ഇവിടെ ഇതാണ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ. നമ്മുടെ ആറോബിന്റെ മുകളിലൂടെയാണ് കടന്നു വരുന്നത്. ആറോബി പാലത്തിലൂടെ വരുന്ന വാഹനങ്ങൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ കട്ടിയിൽ മഞ്ഞ പെയിന്റ് ഒക്കെ അടിച്ച് വരകളൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞു. ഇവിടെ ക്രാഷ് ബാരിയറിന് പെയിന്റിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി സൈഡിൽ ഇപ്പോൾ വർക്ക് നടക്കുന്നത് ഈ സൈഡിൽ വരുന്ന ക്രാഷ് ബാരിയറിന്റെ വർക്കുകളാണ്. ഇരുമ്പിന്റെ ക്രാഷ് ബാരിയർ ആണ് ആ ഭാഗത്ത് കൊടുക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആ ഭാഗത്തൊക്കെ നമ്മൾ കാണിച്ചിരുന്ന ആ ഭാഗത്തൊക്കെ കല്ല് പതിക്കാണ് ആ ഭാഗത്ത്. അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഇരുമ്പ് ക്രാഷ് ബാരിയർ ആണ് കൊടുക്കാറുള്ളത്. ഇവിടെ ആ ബോർഡൊക്കെ വെച്ചത് കുറ്റിപ്പുറം തൃശ്ശൂർ പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ഭാഗത്ത് ഒരു ലൈറ്റ് വരുന്നുണ്ട് തോന്നുന്നുണ്ട്. ലൈറ്റിന് കാല് കൊണ്ടുവന്ന് വെക്കുന്ന വർക്കാണ് ഇവിടെ ചെയ്യുന്നത്. അതിനു വേണ്ടി ഒരു ക്രെയിനൊക്കെ ഇവിടെ കാണുന്നുണ്ട്. കുറച്ച് ഭാഗത്ത് ഇവിടെ മണ്ണ് നിരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഇതാണ് ഒരു ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കാല് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയൊരു മാറ്റം തന്നെ വന്നു. വാഹനങ്ങൾ ഒന്നും ഇവിടെ നിൽക്കേണ്ടി വരില്ല. നല്ല വേഗത്തിൽ കടന്നു പോകുന്നുണ്ട്. ബ്ലോക്കൊന്നും ഇല്ല. ഇവിടെ എടുത്തു പറയാനുള്ളത് ഒരു കാര്യം, നമ്മുടെ NHI മലപ്പുറം ജില്ലയിൽ വലിയ ഒരു ഫാൾട്ടുകളാണ് ചെയ്തിട്ടുള്ളത്. പഴയ പാലങ്ങൾ അതുപോലെ നിലനിർത്തിയിട്ടാണ് എല്ലാ ഭാഗത്തും. പൊന്നാനി ആണെങ്കിലും കൂരിയാടാണെങ്കിലും ഇപ്പൊ കുറ്റിപ്പുറത്താണെങ്കിലും 3 ലൈൻ ഹൈവേയിലൂടെ വളരെ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ ഈ പഴയ പാലത്തിൽ 2 ലൈനായുള്ള ഭാഗത്തേക്കാണ് കടന്നു വരുന്നത്. ഇവിടെ സേഫ്റ്റിക്കായിട്ട് പുതിയ ക്രാഷ് ബാരിയർ നിർമ്മിക്കുന്നത് കാണാം നമുക്ക്. ഇവിടെ ഒരു താൽക്കാലിക ഡ്രമ്മൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, പഴയ പാലാണ്. എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ള പാലാണ്. അതിൻ്റെ കൈവരികളൊക്കെ നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കോഴിക്കോട് ഭാഗത്തൊക്കെ ഇതുപോലെയുള്ള പാലങ്ങളിലൊക്കെ പൊളിച്ച് അതിന്റെ സൈഡിൽ വേറൊരു പുതിയ പാലം വന്ന് അതുമായിട്ട് ജോയിന്റ് ആക്കിയിട്ട് 3 ലൈനായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നത് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ മലപ്പുറം കുറ്റിപ്പുറത്താണ് ഇപ്പോൾ ഈ കാണുന്നത്. മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തൊന്നും പുതിയ പാലങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഭാഗങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ ചെറിയൊരു ബ്ലോക്ക് അല്ലെങ്കിൽ വേഗത കുറയ്ക്കേണ്ടി വരും. അപ്പം ഇതിലൂടെയൊക്കെ നമ്മൾ ടോള് കൊടുക്കുക. എല്ലായിടത്തും ഒരേപോലെയാണ് നമ്മൾ ടോളൊക്കെ കൊടുത്തു പോകുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ചില പോരായ്മകളൊക്കെ ഉണ്ട്. അത് കമ്പനിക്ക് കൊടുത്ത നിർദ്ദേശം അനുസരിച്ചായിരിക്കും കമ്പനി വർക്ക് ചെയ്യുക. അവരിതാ ഫുൾ വർക്ക് കഴിഞ്ഞ് ടാറിങ് ഒക്കെ ചെയ്ത് വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതാ ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ ചെയ്യുക. അവിടെ ഒരു ക്രാഷ് ബാരിയർ വരും, ഈ സൈഡിൽ ഒരു ക്രാഷ് ബാരിയർ. അപ്പോൾ ഒന്നുകൂടെ ഇത് ചെറുതായി പോയതായി തോന്നും. ഇവിടെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. ഇനി ഈ പാലത്തിന്റെ ഈ ഭാഗങ്ങൾ ജോയിന്റ് വരുന്ന ഭാഗത്ത് ക്രാഷ് ബാരിയറിന്റെ ജോയിന്റിങ് ചെയ്യാനുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വർക്കുകൾ ഇനിയും ഒരുപാട് വർക്കുകളുണ്ട്. വാഹനങ്ങൾ ഒരു തടസ്സവും ഇല്ലാതെ കടന്നു പോകുന്നുണ്ട്. ഈ താഴെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ താഴെ ഭാഗത്ത് ഒരുപാട് വർക്കുകൾ വരാനുണ്ട് കേട്ടോ. ഇതിന്റെ ഷീറ്റ് പോലും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ മുകളിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അതാണ് റെയിൽവേ ട്രാക്കൊക്കെ കാണുന്നത്. നമുക്ക് താഴ്വശത്തൊന്ന് പോയി നോക്കാം അവിടെയൊക്കെ എന്തൊക്കെയാ ചെയ്യാനുള്ളതെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ കുറ്റിപ്പുറത്ത് വാഹനങ്ങൾ കടന്നു പോകുന്ന കാഴ്ച. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഈ ഭാഗത്ത് ചെയ്യുന്ന വർക്ക്. ഇവിടെ ഇങ്ങനെ കരിങ്കല്ലുകൾ പതിച്ച് അതിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തതാണ്. ഇതാണ് ഇവിടെ സൈഡിൽ ക്രാഷ് ബാരിയറിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ആ ഭാഗത്താണ് ഇനി സോലിങ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് അവിടെ ബോൾട്ട് കമ്പിയൊക്കെ അടിച്ചു കയറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരു സേഫ്റ്റി വാള് വന്നിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയ ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത്.
ഇതാണ് ഇനി റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് പോകുന്ന വഴി. ഇവിടെ ആയിരുന്നു കഴിഞ്ഞൊരു വീഡിയോ എടുക്കാൻ വന്ന സമയത്തൊക്കെ ഇങ്ങനെ കല്ല് ചെയ്യുന്ന വർക്കുകൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ റോഡിൻ്റെ ഒരു ഭാഗം ബൗണ്ടറി ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ടാറിങ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് മണ്ണ് ഇട്ട് ചെളിയായി കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇതാണ് ഡ്രൈനേജ്, പുതിയ ഡ്രൈനേജ് വർക്കൊക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ കാണിച്ചിരുന്നു, ഡ്രൈനേജിന് മണ്ണെടുക്കുന്നത് വർക്ക്. റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് പോകാൻ വയ്യട്ടാ, ഇവിടെ ഇങ്ങനെ കീറിയതുകൊണ്ട് ഇതുവഴി നടന്നു പോകാനൊന്നും വയ്യാത്തൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ഇതാ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഷട്ടറൊക്കെ ചെയ്യുന്നുണ്ട്. താഴ്വശത്ത് ഇനി ഒരുപാട് ഷട്ടറുകളൊക്കെ എടുക്കാനുണ്ട്. ഇതാണ് നമ്മൾ അവിടുന്ന് മുകളിൽ നിന്ന് കണ്ട ആ ഭാഗങ്ങളൊക്കെ. അതുപോലെ ഫില്ലറിന് ഫിനിഷിങ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഫിനിഷിങ് വർക്കിൻ്റെ ഭാഗമായിട്ട് അവിടെയൊക്കെ സിമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും കാണാം സിമൻറ്റ് ചെയ്തത്. സിമൻറ്റ് ഇങ്ങനെ കലക്കി അടിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ റോഡിൻ്റെ ഭാഗം ടാറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് താഴ്വശം കാണുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, ഷട്ടറുകളൊക്കെ ഇനി ഒരുപാട് എടുക്കാനും ക്ലിയർ ചെയ്യാനുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ഇതാണ് സർവീസ് റോഡ്. ഇങ്ങനെ ഇവിടെ വരെയാണ് സർവീസ് റോഡ് വരുന്നത്. ഇതാ ഇവിടം വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ പുതുതായിട്ട് ടാറിങ് ചെയ്തൊരു ഭാഗമാണ് കാണുന്നത്. ഇവിടെയൊക്കെ നല്ല വീതിയിൽ ഉള്ളൊരു ഭാഗമായി തോന്നുന്നുണ്ട്. പാലത്തിൻ്റെ താഴ്വശത്തൊക്കെ നല്ല സ്ഥലമുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഇനി പാർക്കിങ്ങൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ നേരത്തെ നമ്മൾ വീഡിയോയിലും പറഞ്ഞ പോലെ ഇവിടെ ഒരു നടപ്പാത ഉണ്ട്. ആ നടപ്പാത ഇങ്ങോട്ടാണ് വരുന്നത്. എന്താണ് ചെയ്യാന്നുള്ള ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇവിടെ സ്റ്റെപ്പ് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് നേരെ റോഡിൻ്റെ അപ്പുറത്തേക്ക്, റെയിൽവേൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോകാൻ വേണ്ടി ആയിരിക്കും എന്നാണ് ഒരാൾ കമൻറ്റിലൂടെ പറഞ്ഞത്. കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് അവിടെയുള്ള ഫുട്പാത്തിലൂടെ ഇങ്ങനെ കയറിയിട്ട് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അവിടെ അതുപോലെ റെയിൽവേൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കാണ് നടക്കുന്നത്. കാണാം, ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞു. ഇനി കുറച്ച് ഭാഗത്താണ് ഷീറ്റുകളൊക്കെ എടുക്കാനുള്ളത്. ഇതാ ഇവിടെ ഒരു പാസിംഗ് ആയിട്ട് ഈ ഭാഗം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വർക്കേഴ്സൊക്കെ ഇവിടെ തന്നെ താമസിക്കുന്നത്. അവരെ ഷെഡൊക്കെ കാണുന്നുണ്ട് ഇവിടെ. അതിന് ഈ സൈഡിൽ ഇനി വർക്ക് വരാണ്ട് ഡ്രൈനേജിൻ്റെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ചെറിയ ബാരിക്കേഡ് വരാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. റെയിൽവേ സ്റ്റേഷന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നേ. അപ്പോൾ അത് വഴി പോകാൻ പറ്റാത്തതുകൊണ്ട് കാണിക്കണില്ല. നമുക്കിനി എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ മാറ്റങ്ങൾ വരുന്ന സമയത്ത് അപ്പുറത്ത് പോയി നോക്കാം. പഴയ പാലാണ് ഈ കാണുന്നത്. പഴയ പാലം വളരെ പഴയതാണ്. ഇത് പൊളിച്ചു മാറ്റി പുതിയത് വരേണ്ട അത്യാവശ്യമാണ്. വീതിയും കുറവാണ്, പാലത്തിന് പഴക്കമുണ്ട്. അപ്പോൾ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തൊന്നും ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ അതുപോലെ ചെയ്തു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഒന്ന് ഫിനിഷിങ് വർക്കൊക്കെ എടുത്തിട്ട്. അപ്പോൾ എന്തായിരിക്കും ഇനി ഭാവിയിലേക്ക് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ മലപ്പുറം കുറ്റിപ്പുറത്തു നിന്നുള്ള ഒരു പുതിയ അപ്ഡേറ്റ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. വീണ്ടും മറ്റൊരു സ്ഥലത്തെ പുതിയൊരു കാഴ്ചയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.